സുജിനെ കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് ഹാരനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങും ചാൻ. ഞാൻ ഈ ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കട്ടെ എന്ന് അവൾ പറയുന്നുണ്ട്. അവനത് പിടിച്ചു വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം അത് പൊട്ടിപ്പോവും. അല്ലെങ്കിൽ താഴെ വീഴുന്ന കാണുമ്പോൾ ഹാരൻ സുജിൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. അത് സാരമില്ല, ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ തിരിച്ചു കൊടുത്തിട്ട് ഹാരനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ധൃതി കാണിക്കുകയാണ് ചാൻ. ഇയാളുടെ കൂടെയുള്ള ആൾക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് തോന്നുന്നു എന്ന് സുജിൻ ഹാരൻ്റെ അടുത്ത് പറയും. അവളുടെ പേര് വിളിച്ചാണ് സംസാരിക്കുന്നത്. ഹാരൻ സംശയത്തോടെ അവളെ നോക്കുമ്പോൾ ആ പേനയിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു. വ്യത്യസ്തമായ പേരാണ്, നല്ല പേരാണെന്ന് സുജിൻ അവളുടെ അടുത്ത് പറയും. അവന് വയ്യാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഹാരൻ വിചാരിക്കും. വീട്ടിലേക്ക് പോകാമെന്ന് ഹാരൻ പറയുന്നുണ്ടെങ്കിലും ചാൻ സമ്മതിക്കത്തില്ല. അവൾ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നതെന്ന് അവന് മനസ്സിലാവും. കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് അവൾ വിഷ് ചെയ്ത് അവളായിട്ട് ഡിസൈൻ ചെയ്ത കാർഡിഗനൊക്കെ അവന് സമ്മാനമായിട്ട് കൊടുക്കും. ഇപ്രാവശ്യം എനിക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത വർഷം ഞാൻ ഇതിലും നന്നായിട്ട് ഇയാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് അവൾ അവനോട് പറയും. മിസ്കിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കഫേയുടെ ഫ്രണ്ടിലാണ്. നമ്മളെ ഹോം ടൗണിലല്ലായിരുന്നോ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പാർക്ക് അവരെയും കൂട്ടി അകത്തേക്ക് പോകും. ഇത് എത്ര നാൾ ഒളിച്ചു വെക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്? ആരോടും പറയാതെ എങ്ങോട്ട് ഡിസപ്പിയർ ആകാനാണ് തീരുമാനിച്ചിരുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേക്കിനും മിസ്കിൻ കരയും. ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ കുട്ടികളുടെ കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കണം, പാക്കനെ കുറച്ചു നാളും കൂടി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെയെല്ലാം മറന്നുപോയാൽ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാം, ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പാർക്ക് അവരെ ആശ്വസിപ്പിക്കും. ഒരിക്കലും ഇല്ലാത്ത കൂട്ട് ഗ്രാൻഡ് മദർ രാവിലെ കിടന്ന് ഉറങ്ങും. വീക്കെൻഡ്സിൽ പോലും ഗ്രാൻഡ് മദർ അത് ചെയ്തിട്ടില്ല. ഹോം ടൗൺ വിസിറ്റ് ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമാണെന്ന് ഹാരനും ഹായനും വിചാരിക്കും. ഹായനെ കാണുമ്പോൾ അവൾ കരഞ്ഞോന്ന് ഹാരൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ഉറങ്ങിയതിൻ്റെ ആണെന്ന് അവൾ മറുപടി പറയും. ഒരു ബുക്ക് അന്വേഷിച്ച് വന്നാണ് ഹായൻ. അതെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ആറ്റിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഹാരൻ തീരുമാനിക്കും. അന്നേരം ഹാരന് നേരത്തെയുള്ള ബോയ് ഫ്രണ്ടിന്റെ ഒരു ലെറ്റർ കിട്ടും. അത് പൊട്ടിച്ചിട്ടും കൂടി ഇല്ലായിരുന്നു. അവൾ എവിടെയോ പോകാനായിട്ട് ധൃതിയിൽ ഇറങ്ങുമ്പോൾ ഹായൻ അത് കയ്യിൽ കൊണ്ട് കൊടുത്തതും അവളത് പൊട്ടിക്കാതെ കോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടതും എല്ലാം ഹാരന് ഓർമ്മ വരും. ബോസ്റ്റണിൽ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചാൻ എഴുതിയ ലെറ്ററാണ്. ഞാനിവിടെ എത്തി, ടൈം ഡിഫറൻസ് കാരണം നമുക്കിപ്പോൾ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് അയാളുടെ സൗണ്ട് കേൾക്കണം എന്ന് തോന്നുന്നു, വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു മെസ്സഞ്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുപെടുകയാണ്. എൻ്റെ റൂംമേറ്റ് കൊറിയനാണ്, അയാളുടെ പേരും ചാൻ ആണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾക്ക് ചാൻ്റെ മെസ്സേജ് വരും, മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യസമയത്ത് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോകാനായിട്ട് അവൾ റെഡിയാവും. കയറുന്നതിന് തൊട്ട് മുമ്പ് മൂവി കഴിഞ്ഞതിന് ശേഷം സമയമുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ചാൻ ഹാരൻ്റെ അടുത്ത് പറയും. ഞാൻ എല്ലാ കാര്യങ്ങളും അധികം വൈകാതെ തുറന്നു പറയാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർമ്മ വരും, അതുകൊണ്ട് തന്നെ സമ്മതിക്കും. അവൻ നോക്കുന്നുണ്ട് ഒരു പോപ്കോൺ എടുക്കാൻ മറന്നുപോയി, അതും കൂടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൾ അകത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. ട്രാഷ് ക്യാനിൽ ആരോ അലക്ഷ്യമായിട്ട് ലൈറ്റർ വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവിടെ തീ കത്തും. അങ്ങനെ ഫയർ അലാം മുഴങ്ങും. എല്ലാവരെയും അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. എല്ലാവരോടും പുറത്തേക്ക് പോകാനായിട്ട് പറയുന്നത് കേട്ടിട്ട് ഇവനാകെ പാനിക്കാവും. ഹാരൻ അകത്തേക്ക് പോയല്ലോ, അവളെ അന്വേഷിച്ച് അകത്തേക്ക് പോകും. അവിടെ ആകെ ബഹളമായതുകൊണ്ട് അവന് പെട്ടെന്ന് വയ്യാതെ വരും. ഇങ്ങനെ സൗണ്ടൊക്കെ കൂടുന്ന സ്ഥലങ്ങളിൽ അവന് പ്രശ്നം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹാരനും അവനെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കും. അവസാനം രണ്ടുപേരും കൂടി കണ്ടുമുട്ടും. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആണെന്ന് അവൻ പറയും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, അടുത്ത ആഴ്ച ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തളർന്ന് അവളുടെ ദേഹത്തേക്ക് വീഴും. ഞാൻ എന്ത് ചെയ്യും ഗ്രാൻഡ്മ? ചാനിന് വയ്യ, അവൻ എപ്പോഴും കൊളാപ്സ് ചെയ്യുകയാണ്, എനിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് ഹാരൻ വന്ന് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പറയും. ചാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിസ്കിന് ഓർമ്മ വരും. അതുകൊണ്ടാവും അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ വേദനയെക്കാട്ടിലും അവൻ നിനക്ക് പ്രാധാന്യം തരുന്നത് കൊണ്ടാണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും പറയാത്തത്. അവന് ധൈര്യം കൊടുത്ത് കൂടെ നിന്നാൽ മാത്രം മതി, നിന്റെ പ്രസൻസ് തന്നെ അവന് ഏറ്റവും വലിയ ധൈര്യമായിരിക്കും, എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്, എന്നെ വിശ്വസിക്കാനായിട്ട് പറഞ്ഞിട്ട് ഗ്രാൻഡ് മദർ അവളെ ആശ്വസിപ്പിക്കും. ചാനിന് സുജിനെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ലാബിൽ വെച്ചിട്ട് ഇതിനെങ്കിലും നിർത്താനൊക്കെ പറഞ്ഞ് സുജിൻ ഹോക്ചാൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടതൊക്കെ അവന് ഓർമ്മ വരും. വോൾട്ടൈൽ റിയേജന്റിന്റെ കെയർലെസ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് കാരണമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചത്, ശരിക്കുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് അന്നത്തെ എക്സ്പ്ലോഷനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. സുജിൻ എന്തോ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്ന് ചാന് മനസ്സിലാവും. പാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കോഫി ആയിട്ട് കമ്പനിയിലേക്ക് വരും. മിസ്കിമിനെ മാത്രമായിട്ട് കൊണ്ടുവന്നാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും കോഫി ആയിട്ട് വന്നതെന്ന് ഹാരന് മനസ്സിലാവും. നിങ്ങൾ ഹോം ടൗണിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാൻഡ് മദർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു എന്നൊക്കെ അവൾ പറയും. കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് അയാളെ മറുപടി പറയുന്നുണ്ട്. ചാന് സുഖമായിട്ടിരിക്കുന്നു, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്താണെന്ന് എന്നോടൊന്നും പറയുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളോട് എല്ലാം തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതിന് കുറച്ച് സമയം വേണ്ടി വരും. പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാം തുറന്നു പറയുന്നത് എനിക്ക് ഉറപ്പാണ്, അവനെ ഒന്ന് ട്രസ്റ്റ് ചെയ്യണമെന്ന് പാർക്ക് അവളോട് പറയും.
ഇന്നലെ ഹോം ടൗണിൽ വെച്ച് ഞാൻ അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിലായല്ലേ എന്ന് മിസ്കിൻ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും. പേടിക്കണ്ട കേട്ടോ, ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ടേ. ഒറ്റയ്ക്ക് ഡിസപ്പിയർ ആകാനാണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? നാളെ അല്ലേ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകേണ്ടത്, ഞാനും കൂടി വരാമെന്ന് പറയും. ഏയ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. ഞാൻ യുഎമ്മിനെ കണ്ട് സംസാരിച്ചായിരുന്നു, നെക്ലസിന്റെ കാര്യമൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയും. ഇയാളെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ടഫായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുണ്ട്. ആരെയും റിലേ ചെയ്യാനില്ല. നമ്മൾ 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മീറ്റ് ചെയ്തത് ഇതുകൊണ്ടാവാം. ഇയാള് വേറെ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം, ഞാൻ ഇയാളെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പാർക്ക് കിമ്മിൻ്റെ അടുത്ത് പറയും. പാർക്ക് ചാനോട് പറയാതെ കഫേ അടച്ചിട്ടിട്ട് എങ്ങോട്ടേക്കോ പോകും. ഹാരണ മിസ് കിമ്മിന്റെ കോള് വരും. ഒരു 100 കൂട്ടം കാര്യങ്ങൾ അവളെ പറഞ്ഞ് ഏൽപ്പിക്കും. ഇതെല്ലാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എനിക്ക് മെയിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കോള് കെട്ടി. ഹായൻ കിമ്മിനെ അന്വേഷിച്ച് റൂമിലേക്ക് വരുമ്പോൾ കിം അവിടെ ഇല്ല. ഫയൽ വെച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ കളർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗ്ലാസ് തട്ടി മറിഞ്ഞ് അതെല്ലാം കൂടി മേശപ്പുറത്തേക്ക് വീഴും. അവൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാറ്റ് പൊക്കി ക്ലീൻ ചെയ്യുന്നുണ്ടേ കുറേ സ്റ്റിക്കി നോട്ട്സ് അവിടെ കാണും. നോക്കുമ്പോൾ യുഎമ്മിന്റെ നെക്ലസ് മറക്കരുത്, എൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സിന് ഭാരമാകരുത്, അങ്ങനെ ഒരു 100 കൂട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സീനിയർ കെയർ സെന്ററിന്റെ നമ്പറും ഉണ്ട്. അത് കണ്ട് സംശയം തോന്നിയിട്ട് അവൾ അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കും. കിം നബോങ്ങിന്റെ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ ഡിമെൻഷ്യ സെന്ററിലെ ചെക്കപ്പിന്റെ കാര്യമൊക്കെ അവർ ഇങ്ങോട്ടേക്ക് പറയും. അവിടെ റൂം ബുക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയും. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് അവളുടെ സംശയം സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. അവിടുന്ന് സങ്കടപ്പെട്ടാണ് ഹാരനെ കാണാനായിട്ട് വരുന്നത്. ഹാരനെ ഈ നോട്ട്സ് ഒക്കെ കാണിക്കും. ഹാരനും കാര്യങ്ങളും മനസ്സിലാവും. അവര് ഹാദമിനെയും വിളിച്ചു വരുത്തും. എല്ലാവർക്കും സത്യം അറിഞ്ഞു കഴിയുമ്പോൾ സങ്കടം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് മിസ്കിമിനെ നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തതാണെന്ന് അവർ തിരിച്ചറിയും. കാരണം 3 പേർക്കും വേണ്ടിയിട്ടുള്ള വെഡ്ഡിങ് ഗൗൺസ് വരെ മിസ്കിം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും കൂടി ഒരു ലെറ്ററും എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ലെറ്റർ വായിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഫ്രാൻസിലെ വെക്കേഷൻ ആസ്വദിക്കുകയായിരിക്കും. നിങ്ങൾ എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത്. ഇത്രയും ഫേമസ് ഡിസൈനറായ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് വേറെ ഒരാളുടെ ഡ്രസ്സ് ഇട്ടിട്ട് കല്യാണത്തിന് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ സ്പെയർ ടൈമിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൗൺസ് ഒക്കെ ഞാൻ റെഡിയാക്കിയതെന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം വായിച്ച് അവർക്കാകെ സങ്കടമാവും. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഒരാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതെന്നും വർക്ക് ലോഡൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതെന്നും ഹാരൻ തിരിച്ചറിയും. പല സയൻസും കണ്ടിട്ടും സംശയം തോന്നിയിട്ടും ഗ്രാൻഡ് മദർ അതൊന്നും സമ്മതിച്ചു കൊടുക്കാഞ്ഞത് ഹായങ്ങും ഓർക്കും. യുഎം മീറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അധികം സംസാരിക്കാതെ ഗ്രാൻഡ്മ നിന്നതിന് ദേഷ്യപ്പെട്ടതെല്ലാം ഓർത്തിട്ട് ഹാദമിനും സങ്കടമാവും. ഇപ്പോൾ എവിടെയായിരിക്കാം ഗ്രാൻഡ് മദർ എന്ന് അവരോർക്കും. ആ നോട്ട്സ് നിന്ന് യുഎമ്മിന് അറിയാമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഹാദം അവനെ വിളിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇപ്പോൾ ഗ്രാൻഡ് മദർ എവിടെയാണെന്ന് ചോദിക്കും. ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോയേക്കാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവര് അങ്ങോട്ടേക്ക് ചെല്ലും. ഒറ്റയ്ക്കായിരിക്കും എന്ന് അവർ പേടിക്കുന്നുണ്ടെങ്കിലും ചെല്ലുമ്പോൾ പാർക്കും കൂടെ ഉണ്ടെന്ന് കാണും. അത് കാണുമ്പോൾ അവർക്ക് ആശ്വാസമാവും. യുഎമ്മിന്റെ ആ നെക്ലസ് കാരണമാണ് ഹോം ടൗണിൽ പോയപ്പോൾ എനിക്ക് ഗ്രാൻഡ് മദറിനെ തിരികെ കിട്ടിയതില്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായി പോയേനെന്നൊക്കെ പാർക്ക് അവരോട് പറയും. അത് ഇത്രയും വലിയൊരു കാര്യം ആരോടും പറയാതെ സീക്രട്ടായിട്ട് സൂക്ഷിച്ചെങ്കിൽ അവൻ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഹാദമിന് മനസ്സിലാവും. അവൾ കാണാനായിട്ട് വരുമ്പോൾ ഗ്രാൻഡ് മദറിന്റെ കാര്യം അവളുടെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചതിന് യുഎം അവളോട് അപ്പോളജൈസ് ചെയ്യും. അവനെന്ന് ജ്വല്ലറി പോയതും അന്ന് ആ ടംബ്ലർ കിട്ടിയതും എല്ലാം എന്തുകൊണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് പോയി താങ്ക്സ് പറയും. ഗ്രാൻഡ് മദറിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും വിഷമിക്കേണ്ട, നമുക്ക് ഒന്നിച്ച് ഗ്രാൻഡ് മദറിനെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ ആശ്വസിക്കും. ടേസുക്കിന് അത് വലിയൊരു ഷോക്കാണ്. അവൻ വരുമ്പോഴത്തേക്കിനും അവനെ കണ്ട് ദേഷ്യത്തിൽ ഹായങ് അങ്ങോട്ടേക്ക് ചെല്ലും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം കൂടെ നടന്നിട്ട് ഇതറിയാതെ പോയത്? വേറെ ആരറിഞ്ഞില്ലെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അറിയാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് ഫാക്ടറിയിൽ പോയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അന്ന് സംഭവിച്ചതൊക്കെ എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്തത്? അന്ന് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ദേഷ്യപ്പെടുമ്പോൾ ടേസുക്ക് അവളോട് അപ്പോളജൈസ് ചെയ്യും. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കിനും അവൾ മിണ്ടാതെ നിന്നിട്ട് പറയും, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. ഞാൻ എന്തുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞില്ല, എന്തുകൊണ്ട് സംശയം തോന്നിയപ്പോൾ നേരത്തെ ഇതിനെപ്പറ്റി അന്വേഷിച്ചില്ല എന്നുള്ള ദേഷ്യമാണ് എനിക്ക്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തീർത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് നടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് അപ്പോളജൈസ് ചെയ്തിട്ട് അവിടുന്ന് പോകും. ഒരുപാട് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കും. അവസാനം അത് ഡിമെൻഷ്യ അല്ലാന്ന് അവർക്ക് മനസ്സിലാവും. സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ള വേറൊരു ഡിസീസാണ്. പക്ഷേ ബ്രെയിനിന് ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് മിസ്കിമിൻ്റെ അടുത്ത് ഡോക്ടർ പറയും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ ടേസുക്ക് ഓൾറെഡി
അവിടെ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഹായനെ മനസ്സിലാവും. റിക്കവറി ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് യുഎമ്മിന്റെ അടുത്ത് ഗ്രാൻഡ് മദർ പറയും. ഹായമിന്റെ അടുത്ത് അവനെ ഹെൽപ്പ് ചെയ്യാനും പറയും. കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഹായങ്ങിനെയും ഹാരനെയും പറഞ്ഞേൽപ്പിക്കും. ഇനി നിങ്ങൾ ആരും ഹോസ്പിറ്റലിലേക്ക് സർജറി കഴിയുന്നത് വരെ വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങൾ ടേൺ വെച്ച് വരാമെന്ന് അവർ പറയും. വേണ്ട, ഞാൻ എൻ്റെ കോഫി ഷോപ്പ് കുറച്ച് ദിവസത്തേക്ക് അടച്ചിടുകയാണ്. എൻ്റെ ഒരു വെക്കേഷൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തോളാം. ഞാനിവിടെ കിമിന്റെ കൂടെ കാണുമെന്ന് പാർക്ക് അവരോട് പറയും. പാർക്കിനെ വിളിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അവൻ ഹോസ്പിറ്റലിലേക്ക് വരും. ഹാരനെ അവിടെ വെച്ച് കാണും, അവളെ ആശ്വസിപ്പിക്കും. ആ ഒരു ബഹളത്തിനിടയ്ക്ക് അവൾക്ക് അവനെ വിളിച്ച് അറിയിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ലഞ്ച് കഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല, കുറച്ച് കോഫി മതി എന്ന് അവൾ പറയും. അവനാണെങ്കിൽ അവന്റെ കോട്ടൊക്കെ ഊരി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് സുജിൻ അവിടെ നിൽപ്പുണ്ട്. ഹാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ സുജിൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. സുജിന്റെ പൊട്ടിപ്പോയ ബ്രേസ്ലെറ്റിന്റെ ഒരു പാർട്ട് മിസ്സിംഗ് ആണെന്ന് അത് കോർക്കാൻ നേരത്ത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഹാരന്റെ ബാഗിനകത്തായി പോയി. ഹാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് കാണുന്നുണ്ട്. ഇയാളുടെ ബ്രേസ്ലെറ്റിന്റെ ഒരു പാർട്ട് എന്റെ കയ്യിലുണ്ട്, എന്റെ ഗ്രാൻഡ് മദർ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നതാണ്, നാളെ വരുമ്പോൾ കൊണ്ടുതരാമെന്ന് ഹാരൻ സുജിന്റെ അടുത്ത് പറയും. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണെന്ന് കാണുമ്പോൾ എന്റെ ഗ്രാൻഡ് മദറും അവിടെ തന്നെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് ഹാരൻ പറയുന്നുണ്ട്. ഞാനിവിടെ വിസിറ്റിങ്ങിന് വന്നതാണ് ബോസ്റ്റണിൽ നിന്ന്, അതുകൊണ്ട് സർജറി ഒന്നും പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല, എങ്കിലും റിസൾട്ട്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ബാക്കിയുള്ള ആളുകൾ എന്തായാലും നന്നായിട്ട് നോക്കും, അത് ഉറപ്പാണ്. ഞാൻ റിസൾട്ട്സ് നോക്കിക്കോളാം എന്നൊക്കെ സുജിൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ചാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാളുടെ ബോയ് ഫ്രണ്ട് ആണോ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നതെന്ന് അതിനിടയ്ക്ക് സുജിൻ ഹാനിൻ്റെ അടുത്ത് ചോദിക്കും. ആണെന്ന് അവൾ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു എന്ന് പറയും. ഇവർ സംസാരിക്കുന്ന കാണുമ്പോൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ചാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ചാൻ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്റെ ആ ബ്രേസ്ലെറ്റിന്റെ ഗ്യാപ്പ് എങ്ങനെ വന്നു എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു, നാളെ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് അർത്ഥം വെച്ച് പറഞ്ഞിട്ടാണ് സുജിൻ അവിടുന്ന് പോകുന്നത്. ഗ്രാൻഡ് മദറിനെ ചാനിനെ ഒറ്റയ്ക്ക് കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ഹാരന്റെ അടുത്ത് പറയും. അങ്ങനെ അവൻ കാണാനായിട്ട് ചെല്ലും. അന്ന് നീ പറഞ്ഞതിനെ പറ്റി ഞാൻ കൂടുതൽ ആലോചിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലായേനെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അവൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. അമ്മൂമ്മ പറഞ്ഞതിനെ പറ്റി അവനും കൂടുതലൊന്നും ആലോചിച്ചില്ല. ഓക്കെ ആണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അതേ കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അമ്മൂമ്മ അവനോട് പറയുന്നുണ്ട്. ഹാരന് വേണ്ടിയിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തായാലും ഓക്കെ ആകുമെന്ന് അവൻ വാക്ക് കൊടുക്കും. ഹാരൻ നിന്നെ പറ്റി ഒരുപാട് കൺസേൺഡ് ആണ്, നിന്നെ പറ്റി കെയർ ചെയ്യുന്നുണ്ട്, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്നെ സർപ്രൈസ്ഡ് ആക്കി. നീയുമായിട്ടൊരു ഭാവി അവൾ സ്വപ്നം കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായിന്ന് മിസ് കിം ചാൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് അവൻ മറുപടി കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാള് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അമ്മൂമ്മ അവനോട് പറയും. അവിടുന്ന് ഹാരൻ യാത്ര അയക്കാനായിട്ട് അവന്റെ കൂടെ ചെല്ലും. എന്നാണ് അവന്റെ ചെക്കപ്പ് എന്ന് ചോദിക്കും. അടുത്ത ആഴ്ചയാണെന്ന് അവൻ മറുപടി കൊടുക്കും. എന്നിട്ട് മിസ്കിമിന്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടിട്ട് സുജിനെ കാണാനായിട്ടാണ് പോകുന്നത്. ഹാരനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് ചാൻ സംസാരിക്കുമ്പോൾ സുജിന് ദേഷ്യം വരും. ഇയാൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നത് പഴയ റൂംമേറ്റിന്റെ ഗേൾഫ്രണ്ടിനെയാണ്, അതെനിക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നു. ഇത് എന്നു മുതൽ തുടങ്ങിയതാണ്, പണ്ടേ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു, ഇയാള് ജീവനോടെ ഉണ്ട്, ഹോക്ചാൻ മരിച്ചുപോയി, കിട്ടിയ ചാൻസിൽ അവന്റെ ഗേൾഫ്രണ്ടിനെ അടിച്ചെടുക്കാൻ നോക്കിയതാണോ എന്നുള്ള രീതിക്ക് സുജിൻ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാതെ കാര്യം അറിയാതെ സംസാരിക്കരുത്, ഹാരൻ ഇപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്, വെറുതെ പഴയ മുറിവുകൾ അവളെ ഓർമ്മിപ്പിക്കരുതെന്ന് ചാൻ പറയുമ്പോൾ ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യത്തിൽ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം എങ്ങനെയാണ് ഹോക്ചാന്റെ അടുത്ത് ആ വേസ്റ്റ് കണ്ടെയ്നർ വന്നത്, അന്ന് ഇയാളും ആ ലാബിലുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് ആ ദിവസത്തെ പറ്റി ഓർമ്മയില്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി ഓർമ്മിച്ചു. അപ്പോൾ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് ഇയാൾക്ക് ഓർമ്മയുണ്ട്. നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് ഇയാള് ചാനെടുത്ത് ദേഷ്യപ്പെട്ടതും എനിക്ക് ഓർമ്മ വന്നു എന്ന് ഇവൻ പറയുമ്പോൾ അവള് ഷോക്ക്ഡ് ആവും. ഇയാൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്, അവൻ മരിച്ചുപോയി, നീ ജീവനോടെ ഉണ്ട്, നീ ഫേക്ക് ആണെന്ന് നീ ഹാരൻ്റെ അടുത്ത് പറയുന്നില്ലല്ലോ, പിന്നെ നീ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറയാനായിട്ട് തുടങ്ങുകയാണെന്ന് അവൻ അവളോട് പറയും. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം പോയി അവളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയൂ, അതിനുശേഷം നിന്റെ അടുത്ത് പറയുന്ന കാര്യം ഞാൻ തീരുമാനിക്കാമെന്ന് സുജിൻ പറയും. അതല്ല നീ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് എന്തായിരിക്കും പറയാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. ഞാൻ ഇയാളുടെ ഗേൾഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യായിരുന്നു, ഇയാളാണെന്ന് വിചാരിച്ച ആ കുട്ടി എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ചാൻ ഹോക്ചാൻ്റെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. ഇയാൾ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോക്ചാൻ ദേഷ്യപ്പെട്ടതെല്ലാം ചാനിന് ഓർമ്മ വരും. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവനിരുന്ന് ആലോചിക്കും. എത്ര ഓർത്തിട്ടും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതെല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ചാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹോക്ചാൻ ആണെങ്കിൽ എന്റെ തെറ്റാണെന്നാണ് സുജിന്റെ അടുത്ത് എന്ന് പറയുന്നത്. അതെല്ലാം ഓർത്ത് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ് സുജിൻ. കമ്പനിയിലെ എല്ലാവർക്കും കോഫിയൊക്കെ ആയിട്ട് രാവിലെ ചാൻ ചെല്ലുന്നുണ്ട്. ഹാരൻ അവിടെ ഇല്ല. ആരോ മീറ്റ് ചെയ്തിട്ട് എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് ടീംമേറ്റ്സ് പറയുന്നത് കേൾക്കുമ്പോൾ സുജിന്റെ
ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് ചാനിന് മനസ്സിലാവും. അതിന്റെ ഒരു പാർട്ട് മിസ്സിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞതൊക്കെ അവൻ ഓർക്കും. സുജിൻ കഴിഞ്ഞ ദിവസം ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് കഴിയുമ്പോഴത്തേക്കും അവനാകെ ടെൻഷനാവും. അങ്ങനെ അവരെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവൻ അവിടെ നിൽക്കുന്നതന്നെയാണ് റൗണ്ട്സിന് പോകുന്ന സുജിനെ കാണുന്നത്. അത് കാണുമ്പോഴാണ് അവൻ ആശ്വാസമാവുന്നത്. പാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നതന്നെയാണ് ചാനിനെ അന്വേഷിച്ച് ഹാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കോട്ട് കൊടുക്കാനാണ് വരുന്നത്. എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയേക്കാണ്. അവൻ ഇപ്പോൾ തിരിച്ചു വരുമെന്ന് പാർക്ക് പറയും. ഞാനും ഹോസ്പിറ്റലിലേക്കാണ്, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെയിറ്റ് ചെയ്ത് ചാൻ വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് അയാൾ പറയും. അവൾ അന്നേരം കോട്ട് അവന്റെ റൂമിലേക്ക് വെക്കാനായിട്ട് മുകളിലേക്ക് പോകും. അന്നേരം അവൾക്ക് ചാനിന്റെ കോള് വരും. വീണ്ടും വിളിക്കുന്നുണ്ടെ പാർക്ക് അറ്റൻഡ് ചെയ്യും. ഹാരൻ ഇവിടെയുണ്ട്, ഞാൻ വേണമെങ്കിൽ കൊടുക്കാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് ചാൻ അയാളോട് പറയും. ചാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഹാരൻ അവിടെ ഇല്ല. നോക്കുമ്പോൾ അവന്റെ കോട്ട് അവിടെ ഇരിപ്പുണ്ട്. അവളെന്തോ നോട്ട് എഴുതാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പകുതി എഴുതിയിട്ടുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അവൻ വിളിച്ചു നോക്കും. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ അവന്റെ ഫ്രാഗ്മെന്റഡ് മെമ്മറീസ് ഒക്കെ എഴുതി വെച്ചിരുന്ന ആ ഒരു ഡയറി കട്ടിലയിൽ ഇരിക്കുന്നതാണ്. അത് ഹാരൻ കണ്ടു വായിച്ചു എന്ന് അവൻ മനസ്സിലാവും. അവനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ചാൻ പാനിക്കായിട്ട് അവളെ വീണ്ടും വീണ്ടും വിളിക്കും. വീണ്ടും അവൻ കമ്പനിയിലേക്ക് ചെന്ന് അന്വേഷിക്കും. ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് പറഞ്ഞില്ലെന്ന് റെമി ചോദിക്കും. അങ്ങനെ അവൻ പാർക്കിനെയും വിളിച്ച് ചോദിക്കും. അന്നേരം ഹാരൻ അവിടെയും ചെന്നിട്ടില്ല. അവൻ വീടിന്റെ ഫ്രണ്ടിൽ വന്നിന്ന് വെയിറ്റ് ചെയ്യും. അകത്തുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരണം, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. അതിനൊന്നും റിപ്ലൈ ഇല്ല. പിന്നെയും അവളെ വിളിച്ചുകൊണ്ട് അവൻ കഫേയിലേക്ക് തിരിച്ചു വരും. വരുമ്പോൾ ഹാരൻ അവിടെ ഇരിപ്പുണ്ടാവും. അവളുടെ കയ്യിൽ ഹോക്ചാന്റെ ആ ലെറ്ററും ഉണ്ട്. അവൻ ഹാരനെ വിളിച്ച് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ പേര് വിളിക്കരുതെന്ന് അവൾ പറയും. ഇയാൾ ബോസ്റ്റണിലാണ് പഠിച്ചത്. ഹോക്ചാന്റെ റൂംമേറ്റ് ആയിരുന്നു. എത്രയോ കാലമായിട്ട് എന്നെ പരിചയമുണ്ട്. ഹോക്ചാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നത് ഇയാൾക്ക് ഫണ്ണായിരുന്നു എന്ന് അവൾ ദേഷ്യത്തിൽ അവനോട് ചോദിക്കും.